അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആറ്റുകാലമ്മേ നമോ നമ. സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. കുംഭമാസത്തിലെ കാർത്തിക നാളിനാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത്. പൂരം നാളും പൗർണമിയും ഒത്തുവരുന്ന ദിവസമാണ് പൊങ്കാല നടക്കുക. ഭണ്ഡാര അടുപ്പിൽ മേൽശാന്തി അഗ്നി പകരുന്നതോടുകൂടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത്. ഭക്തരായ സ്ത്രീകൾക്ക് ദേവിക്ക് നേരിട്ട് നിവേദ്യം സമർപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. വിശ്വാസപൂർവം ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഉത്സവം 2025 മാർച്ച് 5 തുടക്കം കുറിക്കുന്നത്. 5-ാം തീയതി രാവിലെ 10 മണിക്ക് ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവത്തിന് ആരംഭമായി. കുത്തിയോട്ട വ്രതം 7-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. ആറ്റുകാലിലെ മഹാപൊങ്കാല മാർച്ച് 13 ആണ് നടക്കുന്നത്. 13 രാവിലെ 10:15 ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാല സമർപ്പണം ആരംഭിക്കുന്നതാണ്. ശേഷം ആ അഗ്നി നമുക്ക് പകർന്നു കിട്ടുന്നതാണ്. നമുക്കും പൊങ്കാല സമർപ്പണം നടത്താവുന്നതാണ്. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നൈവേദ്യം നടക്കും. മാർച്ച് 14 കുരുതി തർപ്പണത്തോടെ ഉത്സവത്തിന് സമാപനമാകുന്നതാണ്. ഒരാഴ്ചയെങ്കിലും വ്രതമനുഷ്ഠിച്ച് പൊങ്കാല ഇടുന്നതാണ് ഏറെ ഉത്തമം. വ്രതദിനങ്ങളിൽ കഴിയുമെങ്കിൽ 2 നേരം കുളിക്കുന്നത് നന്നായിരിക്കും. വൈകുന്നേരങ്ങളിൽ ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടത് പ്രധാനമാണ്. മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ശരീരവും മനസ്സും ശുദ്ധിയോടെ വേണം പൊങ്കാല സമർപ്പിക്കുവാൻ. 9, 7, 5, 3 എന്നിങ്ങനെ അവരവരുടെ സാഹചര്യമനുസരിച്ച് വ്രതം പിടിക്കാവുന്നതാണ്. ഇതിനൊന്നും കഴിയാത്തവരാണ് എങ്കിൽ തലേ ദിവസമെങ്കിലും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ അഥവാ 1 നേരം അരിയാഹാരം എന്ന നിഷ്ഠ പാലിക്കേണ്ടതാണ്. ആർത്തവം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാൽ പൊങ്കാല ഇടാവുന്നതാണ്. പുല, വാലായ്മകൾ എന്നിവ ഉള്ളവർക്ക് പൊങ്കാല സമർപ്പണം നടത്താൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ളവർ പൊങ്കാല ഇടരുത്. കുടുംബത്തിൽ ഏതെങ്കിലും ഒരു മരണമുണ്ടായാൽ 41 ദിവസത്തിന് ശേഷം പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. പ്രസവിച്ചവർക്ക് കുഞ്ഞിന് ചോറൂണ് കഴിഞ്ഞിട്ട് പൊങ്കാല സമർപ്പണം നടത്താവുന്നതാണ്. അതാണ് ഉചിതവും. പൊങ്കാല ഇടണമെന്ന് അത്രയേറെ താല്പര്യമുള്ള അമ്മമാർക്ക് പ്രസവം കഴിഞ്ഞ് 3 മാസം അഥവാ 90-ന് ശേഷം പുണ്യാഹ ശുദ്ധി വരുത്തി പൊങ്കാല ഇടാമെന്ന് ആചാര്യ നിർദ്ദേശം കാണുന്നുണ്ട്. പൊങ്കാല ഇടുന്ന സമയത്ത് ആറ്റുകാലമ്മയെ മനമുരുകി പ്രാർത്ഥിക്കണം. ഈ സമയത്ത് ചില മന്ത്രങ്ങൾ ജപിച്ചാൽ ദേവിയുടെ പൂർണ്ണ കടാക്ഷവും അനുഗ്രഹവും നമുക്ക് കൈവരുന്നതാണ്. ഇത്തവണത്തെ പൊങ്കാല സമർപ്പിക്കുമ്പോൾ ഭഗവതിയെ മനസ്സിൽ കരുതി ഈ മന്ത്രങ്ങൾ കൂടി ജപിച്ചോളൂ. വളരെയധികം പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. പൊങ്കാലക്കലം അടുപ്പിൽ വയ്ക്കുന്നത് മുതൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് അത്യന്തം ശ്രേയസ്കരമാണ്. അളവറ്റ പുണ്യമാണ് നിങ്ങൾക്കിതിലൂടെ ലഭ്യമാകുക. ലളിതാ സഹസ്രനാമത്തിലെ ചില നാമമന്ത്രങ്ങൾ ജപിക്കുന്നത് അഭീഷ്ടസിദ്ധിക്ക് ഉത്തമമാണ്. അടുപ്പുകല്ല് കൂട്ടുമ്പോൾ ജപിക്കേണ്ട മന്ത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ഇടത് ഭാഗത്തെ കല്ല് തൊട്ട് ഓം ഗും ഗുരുഭ്യോ നമ എന്ന് 8 തവണയും വലത് കല്ല് തൊട്ടിട്ട് ഓം ഗം ഗണപതയേ നമ എന്നും മുൻകല്ല് തൊട്ട് ഓം ഹ്രീം ആറ്റുകാലമ്മേ നമോ നമ എന്നും ജപിക്കേണ്ടതാണ്. എല്ലാ മന്ത്രങ്ങളും 8 തവണ വീതം വേണം ജപിക്കാൻ. ഇനി നിങ്ങൾക്ക് ആറ്റുകാല് അല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുമ്പോഴാണെങ്കിലും അടുപ്പുകല്ല് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. മുൻകല്ല് തൊട്ട് ആ ക്ഷേത്രത്തിലെ ദേവീ പ്രതിഷ്ഠ ഏതാണോ ആ ദേവിയുടെ മന്ത്രമാണ് ഓം ഹ്രീം
ആ ദേവിയുടെ പേര് പറയുക, നമോ നമ എന്നുകൂടി ചേർക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുപ്പുകല്ല് കൂട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് അടുപ്പിൽ ജലം നിറച്ച കലം വയ്ക്കുകയാണ്. അപ്പോൾ കലം വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഇതാണ്: ഓം പഞ്ചഭൂതേശ്വര്യേ നമഃ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഓം പഞ്ചഭൂതേശ്വര്യേ നമഃ. ഈ മന്ത്രം 3 വട്ടം ജപിക്കേണ്ടതാണ്. ഇനി അടുപ്പിലേക്ക് തീ പകരുന്ന സമയത്ത് ജപിക്കേണ്ട മന്ത്രമാണ്. അത് ഇപ്രകാരമാണ്: ഓം ഹ്രീം ജ്വാലിന്യംബായേ നമഃ. ഇങ്ങനെ 3 തവണ ജപിക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം ഹ്രീം ജ്വാലിന്യംബായേ നമഃ. അപ്പോൾ ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഉള്ളം കൈയിൽ കഴുകിയെടുത്ത അരി നമ്മൾ 2 കൈ കൊണ്ടും കോരിയെടുത്ത് കലത്തിലേക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. ആ സമയത്ത് പറയേണ്ട മന്ത്രമാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഓം ഹ്രീം അന്നപൂർണേശ്വര്യേ നമഃ. ഈ മന്ത്രം 7 തവണ ജപിച്ച് നിങ്ങളുടെ പാത്രത്തിലിരിക്കുന്ന മുഴുവൻ അരിയും കലത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇനി അരി തിളച്ച് തുടങ്ങുന്നത് മുതൽ നമുക്ക് നമ്മുടെ ആഗ്രഹസിദ്ധിക്ക് വേണ്ടുന്ന മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ആറ്റുകാലമ്മയെ മനതാരിൽ നനച്ച് ഈ അന്നം അവിടുന്ന് ഭുജിച്ച് അമൃതരസമാക്കണമേ എന്ന് ഇഷ്ടഭാവത്തോടുകൂടി ഭക്തിഭാവത്തോടുകൂടി മനസ്സിൽ നന്നായി പ്രാർത്ഥിക്കുക. അല്ലാതെ ആഗ്രഹം മാത്രം മനസ്സിൽ കരുതി നിന്നാൽ ഭക്തി ലോപിച്ചു പോകും കേട്ടോ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അനുഗ്രഹം കുറയുകയും ചെയ്യും. അപ്പോൾ അത്രയും ഇഷ്ടത്തോടുകൂടി നമ്മൾ അമ്മയ്ക്ക് ഈ ഒരു പൊങ്കാല നൈവേദ്യം സമർപ്പിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ പ്രീതി കൊണ്ടാണ് നമ്മുടെ ഇഷ്ടകാര്യം ലഭിക്കുക എന്ന് മനസ്സിൽ ഓർക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ലളിതാ സഹസ്രനാമത്തിലുള്ള ചില നാമമന്ത്രങ്ങളാണ് പ്രധാനമായും ആഗ്രഹ നിവർത്തിക്ക് വേണ്ടി ജപിക്കുന്നത്. കുറഞ്ഞ പക്ഷം ഒരു മന്ത്രം 108 തവണയെങ്കിലും ചൊല്ലണം. പൊങ്കാല തീരുന്നത് വരെ ഒരു മന്ത്രം തന്നെ ചൊല്ലാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒന്നിലധികം ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ 108 വീതമോ 15 മിനിറ്റ് ഒരു മന്ത്രം ചൊല്ലിയ ശേഷം അടുത്ത മന്ത്രം 15 മിനിറ്റ് ചൊല്ലുക. അങ്ങനെ ജപിക്കാവുന്നതുമാണ്. കുടുംബ ഐശ്വര്യത്തിന്, കുടുംബ സൗഖ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ പൊങ്കാല സമർപ്പിക്കുന്നതെങ്കിൽ ഈ 8 നാമങ്ങൾ 108 ഒരു വീതം ജപിക്കണം. ഓം ശിവായൈ നമഃ. ഓം സുധാസാഗര മധ്യസ്ഥായേ നമഃ. ഓം ശാന്തിമത്യൈ നമഃ. ഓം നിരാധാരായൈ നമഃ. ഓം നിരഞ്ജനായൈ നമഃ. ഓം ഭവാന്യൈ നമഃ. ഓം നിരവധ്യായൈ നമഃ. ഓം ശാംഭവ്യൈ നമഃ. ഈ മന്ത്രങ്ങൾ അപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാതെ പഠിച്ച് പറയാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇല്ലാത്തവർക്ക് ഇതൊരു പേപ്പറിൽ കുറിച്ചെടുത്ത് എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് പേപ്പർ നോക്കി തന്നെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ പൊങ്കാല ഇടുമ്പോൾ ജപിക്കുന്നത് പെട്ടെന്നുള്ള ഫലസിദ്ധിക്ക് കാരണമാകുന്നതാണ്. കാര്യം പൊങ്കാല സമർപ്പണം നടത്തുമ്പോൾ വളരെയധികം ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. ആ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നിങ്ങളിത് ദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നത്. അത് ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം മാറി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിത്യവും
ദേവിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും ജപിക്കാവുന്നതാണ്. അതിനുള്ള മന്ത്രങ്ങൾ തന്നെയാണിത്. അപ്പോൾ ഈ മന്ത്രങ്ങൾ ആറ്റുകാൽ ദേവിയുടെ നടയിൽ മാത്രമല്ല, ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോൾ മാത്രം ചൊല്ലേണ്ട മന്ത്രം എന്ന് മാത്രമല്ല, ഏത് ഒരു ദേവീക്ഷേത്രത്തിലും നിങ്ങൾ പൊങ്കാല സമർപ്പിക്കുമ്പോഴും ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ മന്ത്രങ്ങളൊന്നും ജപിക്കാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം മാത്രം ജപിച്ചാൽ മതിയാവും. ഓം ഹ്രീം ആറ്റുകാലമ്മേ നമോ നമ. നിങ്ങൾ പൊങ്കാല സമർപ്പിച്ചു തുടങ്ങുമ്പോൾ ആദ്യം മുതൽ ഇതേ മന്ത്രം തന്നെ ഒരു 108 തവണ, അതിൽ കൂടുതലായാലും പുണ്യകരമാണ്, കുറഞ്ഞതൊരു 108 തവണ നിങ്ങളിത് ചൊല്ലുക. മാത്രമല്ല, ഈ ഒരു മന്ത്രം നിങ്ങൾ നിത്യവും ജപിച്ചാലും അമ്മയുടെ എല്ലാ കടാക്ഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും അഭീഷ്ടങ്ങളെല്ലാം സാധിക്കാൻ ആറ്റുകാലമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് ആറ്റുകാലമ്മയുടെ തിരുനാമത്തിൽ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ഹ്രീം ആറ്റുകാലമ്മേ നമോ നമ. ഏവർക്കും മംഗളങ്ങളുണ്ടാവട്ടെ.